ഇലക്ട്രോ പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എഡിറ്റ് ചെയ്ത 5.1 ആംപ്ലിഫയർ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഫ്രണ്ട് പാനലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഒരു മാസ്റ്റർ വോളിയം, അതുപോലെ ഒരു സബ് വോളിയുമാണ്. പിന്നെ ഓൺ ഓഫ് ചെയ്യുന്നതിനായി ഒരു പവർ സ്വിച്ചും, പിന്നെ ബാസ്, ട്രിബിൾ, സെൻറ്റർ, സറൗണ്ട് എന്നിവ കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു കൺട്രോളുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3-വേ സെലക്ടർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. TV, USB, DVD എന്നിവ സെലക്ട് ചെയ്യുന്നതിനായി ഒരു 3-വേ സെലക്ടർ സ്വിച്ചും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, USB മൊഡ്യൂൾ ഇൻബിൽറ്റായ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അടുത്തായി നമുക്ക് അതിൻ്റെ ബാക്ക് വശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 6RC സോക്കറ്റാണ്. DVDയിൽ നിന്നുള്ള 5.1 ഇൻപുട്ട് നമുക്ക് ഇതിൽ നിന്നും ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ OX 1, OX 2, അതുപോലെ TV കൊടുക്കുന്നതിനായി നമ്മൾ ഇൻപുട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു ഫാൻ്റെ ഗ്രില്ലാണ്. പിന്നെ 6 ചാനലിനായി സ്പീക്കർ കണക്ടറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഹെവി കോഡ് വെയറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫ്യൂസ് ഹോൾഡറും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ സബിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 2CS5200 1943യുടെ സിംഗിൾ പെയർ മോണോ ബോർഡാണ്. വിത്ത് ഫിൽറ്ററിന് കൂടിയ ഒരു ബോർഡാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സബ് ഫിൽറ്റർ എന്ന് പറയുകയാണെങ്കിൽ 5 പ്രീസെറ്റോട് കൂടിയ ഒരു ബോർഡാണ്. അത്യാവശ്യം നല്ല ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ചാനലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2CS5200 1943യുടെ മോണോ ബോർഡ് തന്നെയാണ്. രണ്ടും ഒറ്റ ഹീറ്റ് സിങ്കിലാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഇവിടെ 4 ചാനലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് TDA726 വെച്ചിട്ടുള്ള 2 സ്റ്റീരിയോ ബോർഡാണ്. ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ് ചാനൽക്കും അതുപോലെ സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് ചാനലായിട്ട് നമ്മൾ ഈ ബോർഡുകൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹെവി ട്രാൻസ്ഫോമറാണ്. അതായത് 27027 ഒരു 10 ആംപിയറിലും അതുപോലെ 12012 ഒരു 10 ആംപിയറിലുമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അഡീഷണലായിട്ട് 2 012 ടാപ്പിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രിഡ്ജ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ 50 വോൾട്ട് 10,000 മ്യൂഫിൻ്റെ 2 കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു BR 1035ൻ്റെ ഒരു മെറ്റൽ ഡയോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് റെക്ടിഫയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 25 വോൾട്ട് 4700 മ്യൂഫിൻ്റെ 4 കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ നോക്കുകയാണെങ്കിൽ BR 1010ൻ്റെ ഒരു ഡയോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാസ് ട്രബിൾ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ എന്ന കമ്പനിയുടെ ഒരു അടിപൊളി 2-വേ ടോൺ കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ പ്രോലോജിക്കും നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സൽ എന്ന കമ്പനിയുടെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. പിന്നെ സെൻട്രൽ ചാനലായിട്ടും അതുപോലെ സബിനും വേണ്ടി നമ്മളിവിടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ ഹീറ്റ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിനായി നമ്മൾ പ്രത്യേകം ഒരു തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻസർ ഔട്ട് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഹീറ്റ് സിങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചാണ് ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 30 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്നതനുസരിച്ച് ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഫാൻ ഓഫ് ആവുകയും ചെയ്യുന്നു. വർക്ക് ചെയ്യുമ്പോൾ ഫാനിൽ നിന്നും ഉണ്ടാകുന്ന നോയ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഫ്രണ്ട് ഡയൽ ഭംഗി കൂട്ടുന്നതിനായി LED മൊഡ്യൂളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം. Find me
ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.